എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കളിയാക്കാനായിട്ടൊന്ന് ശ്രമിച്ചു. പക്ഷേ അത് അവസാനിച്ചത് സ്വന്തം പാർട്ടിയുടെ നാണക്കേടിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയത്തെ പരിഹസിക്കാനായി ശ്രീ രാഹുൽ ഗാന്ധി വേദിയിൽ വെച്ച് ഓടിച്ചെന്ന് സഹപ്രവർത്തകനായിട്ടുള്ള സന്ദീപ് ദീക്ഷിതിനെ കെട്ടിപ്പിടിച്ചു. ഇതാണ് പ്രധാനമന്ത്രിയുടെ വിദേശ നയം എന്ന് പറഞ്ഞു. അദ്ദേഹം ലോക നേതാക്കളെയൊക്കെ തന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. സദസ്സ് ചിരിച്ചു. പക്ഷേ അടുത്ത നിമിഷമാണ് കാര്യങ്ങളൊക്കെ വഷളായത്. ഈ ദീക്ഷിത് പിന്നീട് നടന്നു വന്ന് രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് തട്ടിയതിനു ശേഷം ചോദിച്ചു, എന്നെ മെലോണിയാണെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ കെട്ടിപ്പിടിച്ചത് എന്ന്. രാഹുൽ ഗാന്ധി അതിനൊരു ചിരി ചിരിച്ചു. അതിനുശേഷം മറുപടി പറഞ്ഞു, ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല എന്ന്. ആ വേദിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിരിച്ചു, സദസ്സിലുമുള്ള ആൾക്കാർ ചിരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ പറ്റിയുള്ള ഈ തമാശ മണിക്കൂറുകൾക്കുള്ളിൽ ദേശീയ വിവാദവുമായി. നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനെ വിമർശിക്കുന്നതിന്, പരിഹസിക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ശ്രീ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ അത് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനത്തിൻ്റെ പേരിലാണോ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, ഇതൊരു ഫെയിൽഡ് ജോക്ക് അല്ലെങ്കിൽ ഒരു പരാജയപ്പെട്ട തമാശ മാത്രമാണോ അതോ സ്ത്രീവിരുദ്ധമാണോ എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. കോൺഗ്രസിൻ്റെ ഈ ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ വിദേശ നയം എന്നത് കെട്ടിപ്പിടുത്തമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അത് ദൃശ്യാത്മകമായി തന്നെ പ്രകടിപ്പിക്കുന്നതിനാണ് അദ്ദേഹം ദീക്ഷിതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നത്. ഈ അടുത്തിടെ ഒരു സന്ദർശന വേളയിൽ നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിക്ക് മെലഡി മിഠായി സമ്മാനമായി കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. അതേപോലെ നിരവധി അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മെലഡി എന്ന പേരിലാണ് പലപ്പോഴും അത് വൈറലായിട്ടുള്ളത്. അതിൽ മെലോണി, മോദി തുടങ്ങിയ വാക്കുകളെ ചേർത്തിട്ടാണ് ആ രീതിയിൽ ആൾക്കാരൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഒരു വിദേശ വനിതാ നേതാവിനെ സെക്സിസ്റ്റ് ആയിട്ടുള്ള റിമാർക്കിലൂടെ അടയാളപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ രാഷ്ട്രീയ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കെട്ടിപ്പിടുത്തമല്ല, അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആംഗ്യമല്ല, അതിനെ ഒരു രാഷ്ട്രീയ വിമർശനമായിട്ട് പറയുന്നതല്ല, മറിച്ച് അതിന് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. ജോർജിയ മെലോനി ഒരു പരിഹാസ കഥാപാത്രമല്ല. അവർ ഇറ്റലിയുടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാരിൻ്റെ തലപ്പത്തുള്ളയാളാണ്. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു വിദേശ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെക്കുറിച്ച് ദുസ്സൂചനയോടെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നത് തന്നെയാണ് അതിൻ്റെ മറുപടി. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന്, പാരമ്പര്യത്തിന്, സ്ത്രീകളോട് നമ്മൾ നൽകുന്ന ആദരവിന്, നമ്മുടെ നയതന്ത്ര മര്യാദയ്ക്ക് ഒന്നും നിരക്കുന്നതല്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. അദ്ദേഹം ഏതെങ്കിലും ഒരു കോൺഗ്രസ് പൊളിറ്റീഷ്യൻ അല്ല, മറിച്ച് വളരെ ഉത്തരവാദിത്തമുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതിയായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു മോശം സ്ത്രീവിരുദ്ധ പരാമർശം തൻ്റെ ഒരു കൊളീഗ് പരസ്യമായിട്ട് ഉന്നയിക്കുന്ന സമയത്ത് അതിനെ ചിരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കൗണ്ടർ റിമാർക്ക് നടത്തുകയോ അല്ല വേണ്ടത്, മറിച്ച് അദ്ദേഹത്തിനെ ആ വേദിയിൽ വെച്ച് ആ സമയത്ത് തന്നെ അദ്ദേഹം ശകാരിക്കണമായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനെ എതിർക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതിനെ പരിഹസിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റേതൊരു ഹഗ്ഗിംഗ് ഡിപ്ലോമസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഒരു കൊളീഗിനെ വിളിച്ച് വേദിയിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ആ ആംഗ്യമായിട്ട് തന്നെ അതിനെ ദൃശ്യാത്മകമായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അവിടെ നടന്നിരിക്കുന്ന സ്ത്രീവിരുദ്ധ പരാമർശം എന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. നിങ്ങൾ എന്നെ മെലോണിയാണ് എന്ന് കരുതിയിട്ടാണോ കെട്ടിപ്പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു സെക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കുണ്ട്. ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും സെക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കുണ്ട്. നമുക്കറിയാം, ഈ അടുത്തിടെ ഉദയനിധി സ്റ്റാലിൻ എങ്ങനെയാണ് ഒരു വേദിയിൽ വെച്ച് തൃഷയെക്കുറിച്ച് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അതേപോലെയുള്ള പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ് എങ്കിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഈ രണ്ടാൾക്കാരും സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ആവശ്യമുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ദുരന്തമാണ്. അന്താരാഷ്ട്ര രംഗത്ത് ശ്രദ്ധേയായിട്ടുള്ള, നമ്മളുമായി നല്ല നയതന്ത്ര ബന്ധം, സൗഹൃദം ഒക്കെ സൂക്ഷിക്കുന്ന ഒരു അന്തർദേശീയ നേതാവിനെക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുക എന്നുള്ളത് തന്നെ ശരിയല്ല. അതും ഒരു പൊതുവേദിയിലാണ്. കോൺഗ്രസിൻ്റെ പരിപാടിയാണ്, കോൺഗ്രസിൻ്റെ എൻഡോഴ്സ്മെൻ്റ് ഉള്ള ഒരു വേദിയാണ്. അവിടെ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. തന്നെയുമല്ല, അങ്ങനെ എന്തെങ്കിലും പരാമർശം ഉണ്ടായാൽ പോലും അത് സെക്സിസ്റ്റായി മാറാതിരിക്കുക എന്നുള്ളതും അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു. അതിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും
കടുത്ത വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സ്ത്രീവിരുദ്ധത എന്നതിനെക്കുറിച്ച് അവർക്കറിയില്ല എന്ന് പറയുന്നത് തന്നെ കാപട്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സത്യത്തിൽ പരിശോധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ വിദേശ രംഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഫോറിൻ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണമാണോ ഉണ്ടായിരിക്കുന്നത് അതോ ദോഷമാണോ ഉണ്ടായിരിക്കുന്നത്, ഇതിലേതാണ് കൂടുതൽ എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതേപോലെ തന്നെ രണ്ടാമത്, ഈ ഹഗ്ഗിംഗ് ഡിപ്ലോമസി എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ, അത് ഫലപ്രദമായിട്ട് മറ്റുള്ള ആൾക്കാരും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഈ കാര്യത്തിനെക്കുറിച്ചും നമ്മൾ പരിശോധിക്കണം. ഇതിൽ ഒന്നാമത് നോക്കേണ്ടത്, പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയം എന്നത് കേവലം കെട്ടിപ്പിടുത്തം മാത്രമാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം ശ്രീ നരേന്ദ്രമോദിക്ക് ഏതാണ്ട് 30ഓളം രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അത് വളരെ ഊഷ്മളമായിട്ടുള്ള വിദേശകാര്യ നയം പുലർത്തുന്ന, അവരോട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു ലോക നേതാവിന് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമാണ്. ലളിതമായി പറഞ്ഞാൽ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇതേവരെ കിട്ടാത്ത തരത്തിൽ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വെറും ഫോട്ടോ ഓപ്പ് അല്ല, മറിച്ച് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന്, ആ നയതന്ത്രത്തിന് നേതൃത്വം നൽകുന്ന നേതാവിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്, ഇന്ത്യയെ എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ നമ്മളോട് ശത്രുത പുലർത്തുന്ന പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ സമീപനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന. ഗാൽവൻ ഏറ്റുമുട്ടൽ ഉണ്ടായതിനു ശേഷം ചൈനയ്ക്കെതിരെ നമ്മൾ അതിർത്തിയിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നം നമുക്കുണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും ചൈനയുമായിട്ടുള്ള ഒരു സഹകരണം ആവശ്യമുണ്ട് എങ്കിൽ ആ കാര്യത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും ഉണ്ടാകുന്ന തരത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ആ ബന്ധം സൂക്ഷിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പാകിസ്ഥാനെതിരെ ഭീകരതയ്ക്ക് യാതൊരു വിധത്തിലുള്ള സന്ധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതിൽ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടു. പിന്നീട് നമ്മളിപ്പോൾ തുടരുന്ന വാട്ടർ ഡിപ്ലോമസി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കയുടെ താരിഫ് സമ്മർദ്ദത്തിന് മുന്നിൽ നമ്മൾ മുട്ടുമടക്കിയില്ല എന്നുള്ളത് കണ്ടതാണ്. നെഗോസിയേഷൻസ് കൃത്യമായി നടന്നു. അമേരിക്കയുടെ വലിയ കടുത്ത സമ്മർദ്ദമുണ്ടായതിനു ശേഷവും ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് പ്രധാനമാണ്. പരസ്യമായിട്ട് പറഞ്ഞു, നമ്മുടെ എനർജി സെക്യൂരിറ്റി എന്നുള്ളതിന് നമുക്ക് എവിടെ നിന്നാണോ കൂടുതൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് എക്കണോമിക്കലായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അത് റഷ്യയെങ്കിൽ റഷ്യ എന്നുള്ളതാണ് നമ്മുടെ നയം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ അടുത്ത സമയത്ത് ഹോർമുസുമായി ബന്ധപ്പെട്ട് ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഏതാണ്ട് 1-2 മാസം ഇന്ത്യക്ക് അവിടെ നിന്ന് ഈ ഓയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ അമേരിക്ക അനുവദിച്ചു എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ അമേരിക്ക അനുവദിക്കുന്നതിന് മുമ്പും അമേരിക്ക അനുവദിച്ച പീരീഡ് കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജ്യം മാലദ്വീപാണ്. ഇന്ത്യ ഔട്ട് എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി അധികാരത്തിൽ വന്ന മൊയ്സു സർക്കാരാണ്. ചൈനയോട് അവരടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സമയത്ത് അവർക്ക് ഇന്ത്യയോട് വീണ്ടും അടുക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പിന്നെ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് തന്നെയാണ് ലോകം മുഴുവൻ കോവിഡ് ഗ്രസിക്കുന്ന സമയത്ത് വാക്സിൻ മൈത്രി എന്ന പേരിൽ നിരവധി രാജ്യങ്ങളിൽ 100-ലധികം രാജ്യങ്ങൾക്ക് നമ്മൾ സൗജന്യമായിട്ട് കോടിക്കണക്കിന് വാക്സിൻ ഡോസുകൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഹാർഡ് പവർ ആകേണ്ടുന്ന സ്ഥലത്ത് ഹാർഡ് പവറും സോഫ്റ്റ് പവർ ആകേണ്ടുന്ന സ്ഥലത്ത് സോഫ്റ്റ് പവറുമാണ് എന്ന് ഈ കാലയളവിൽ നമ്മൾ തെളിയിച്ചിട്ടുമുണ്ട്. അത് തന്നെയുമല്ല, പലതരത്തിലുള്ള സഖ്യങ്ങൾ, ഉദാഹരണത്തിന് ക്വാഡ്, G20യുടെ അധ്യക്ഷ സ്ഥാനം, ഇതൊക്കെ തന്നെ വിജയകരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഫ്രാൻസ്, UAE, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം നമ്മൾ മുമ്പെങ്ങുമില്ലാത്തതുപോലെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പല ഇഷ്യൂസും നമുക്ക് പൂർണ്ണമായി അതിൻ്റെ പരിഹാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും തന്നെ അത്ര ലളിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. ഉദാഹരണത്തിന് കാശ്മീർ പ്രശ്നം, ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം, ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ രൂപീകരണ സമയം മുതൽ തന്നെ ഇങ്ങോട്ട് അതിശക്തമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അതൊന്നും തന്നെ വഷളാകാതെ നോക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത്, നമ്മുടെ ഫോറിൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് കേവലം ഹഗ്ഗിംഗ് ആണ്, അഥവാ കെട്ടിപ്പിടുത്തമാണ് എന്നുള്ള വിമർശനം പോലും പൂർണ്ണമായിട്ടും അസ്ഥാനത്താണ് എന്നുള്ളത് കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കണം. വളരെ ഊഷ്മളമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഹഗ് ചെയ്യാറുണ്ട്. അത് ഇൻ്റർനാഷണലി തന്നെ പല നേതാക്കന്മാരും ചെയ്യുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അത് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ 2018 പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച നടക്കുകയാണ്. ഒരു പ്രസംഗം നടത്തിയതിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധി അവിചാരിതമായിട്ട് അവിടെ നിന്ന് നേരെ നടന്നുപോയി നരേന്ദ്രമോദി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചതാണ്.
എനിക്ക് നിങ്ങളെ വിമർശിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കിപ്പോഴും നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ കഴിയും, അതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള വിശദീകരണമൊക്കെ പിന്നീട് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല പ്രതികരണങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്ന സെക്സിസ്റ്റ് റിമാർക്കിന് സമാനമായ രീതിയിൽ പലപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് കോൺഗ്രസ് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2023 പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തിലെ ചർച്ചയ്ക്ക് ശേഷം സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരിരിക്കുന്ന ബെഞ്ചുകൾക്ക് നേരെ ശ്രീ രാഹുൽ ഗാന്ധി ഒരു ഫ്ലൈയിങ് കിസ് അയച്ചിരുന്നു. അത് അന്തസ്സില്ലാത്തതാണ്, സ്ത്രീവിരുദ്ധമാണ്, ഇനപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആണ് എന്നൊക്കെ BJPയിൽ നിന്ന് പ്രത്യേകിച്ച് സ്മൃതി ഇറാനിയെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ അന്ന് തന്നെ വിമർശിച്ചിരുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മെലോനിയെക്കുറിച്ചിട്ടുള്ള ഒരു മോശമായിട്ടുള്ള പരാമർശമാണ്. അത് അവരെ ആഘോഷിക്കുന്നു, അത് കേട്ട് ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് മോശമായിട്ടുള്ള പ്രതിച്ഛായയാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഈ ദീക്ഷിത് എന്ന് പറയുന്ന നേതാവിനും കൊടുക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ കെട്ടിപ്പിടുത്തത്തിനെ മോശം നയതന്ത്രമാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുന്ന ഒരാൾ ഒരു സ്ത്രീക്കെതിരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള റിമാർക്കുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് കൂടുതൽ മോശം എന്നതിനെക്കുറിച്ച് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇനി ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനെ കെട്ടിപ്പിടുത്തത്തിനെയൊക്കെ തന്നെ തമാശയാക്കുമ്പോൾ കേരളത്തിലൊരാൾ ആലിംഗനത്തിനെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ആത്മീയ ദൗത്യമാക്കി മാറ്റിയതിനെക്കുറിച്ച് നമുക്കറിയാം. അവർക്ക് അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരോട് വിദ്വേഷമല്ല ഉള്ളത്, മറിച്ച് സ്നേഹമാണ്. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും കണക്റ്റും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആലിംഗനം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മാനസികമായിട്ടുള്ള ആശ്വാസം നൽകുന്ന ഒരു സാർവത്രിക ഭാഷയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ് എന്നുള്ള ഒരു കാര്യം ശ്രീ രാഹുൽ ഗാന്ധി മറന്നുപോയാലും അതങ്ങനെയാണ് എന്നുള്ളത് ഈ രാജ്യത്തുള്ള ആൾക്കാർക്കറിയാം. അപ്പോഴാണ് നമ്മൾ ഡൽഹിയിലെ ഒരു രാഷ്ട്രീയ വേദിയിൽ ഇതേ ആംഗ്യം ഒരു വിദേശ വനിതാ നേതാവിനെ പരിഹസിക്കാനുള്ള ഒരു തമാശയാക്കി ചുരുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ അപകടത്തിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ആരെങ്കിലും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളയാളിനതിൽ ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മറ്റൊരാളിനെ ആലിംഗനം ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ദോഷവും ഇല്ല എന്നും ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ഇതിൽ ആത്യന്തികമായി പറയാനുള്ള പോയിന്റ്, നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. പക്ഷേ 30ഓളം രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ലഭിച്ചിട്ടുള്ള, സമ്മർദ്ദത്തിന് വഴങ്ങാത്ത നിലപാട് സ്വീകരിച്ച് തെളിയിച്ചിരിക്കുന്ന, നമ്മളോട് നല്ല സമീപനം ഇല്ലാതിരുന്ന രാജ്യങ്ങളെ തിരിച്ച് കൺവേർട്ട് ചെയ്തിരിക്കുന്ന, വാക്സിൻ മൈത്രി പോലെ ലോകമെമ്പാടും ആശ്വാസം എത്തിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമസിയെ കേവലം ഹഗ്ഗിംഗ് ഡിപ്ലോമസി എന്ന രീതിയിലത്തേക്ക് മാത്രം ചുരുക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമല്ല. അതുവഴിയുള്ള ഒരു വാംത്ത് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടുള്ള ഒരു സൗഹൃദം മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഫോറിൻ ഡിപ്ലോമസിയിലുള്ളത്. അതിനെ ലളിതവൽക്കരിക്കുന്നത് ഗൗരവമായിട്ടുള്ള വിമർശനമല്ല. തന്നെയുമല്ല, ആ വിമർശനം ഒരു വിദേശ വനിതാ നേതാവിനെക്കുറിച്ചുള്ള അനുചിതമായിട്ടുള്ള തമാശയായിട്ട്, സെക്സിസ്റ്റ് റിമാർക്കായിട്ട് അത് മാറുന്നു എന്ന് പറയുന്നത് നല്ലതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനമായിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള മറ്റൊരാളിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ട് എങ്കിൽ ആൾക്കാരെ ആത്മാർത്ഥമായി ഊഷ്മളമായി ആലിംഗനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പക്ഷെ അതിൽ തെറ്റായിട്ടുള്ള ലക്ഷ്യങ്ങളോ ദീക്ഷിതും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ പരിഹാസമോ സ്ത്രീവിരുദ്ധ പരാമർശമോ അതിലുണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്നത് സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.